എടാ ഇച്ചായ, നിന്നെ കെട്ടിപ്പിടിക്കാതെ ഞാൻ എങ്ങനെയായിരുന്നു ഉറങ്ങുന്നത്? അവൾ കുറുമ്പോടെ അവനോട് ചോദിച്ചു. ഇത്രയും വർഷം നീ പിന്നെ ആരെ കെട്ടിപ്പിടിച്ചാ ഉറങ്ങിയത്? അവളെ ദേഷ്യം പിടിപ്പിക്കാൻ എന്ന രീതിയിൽ അവൻ തിരികെ ചോദിച്ചു. ഓ, ഇപ്പം അങ്ങനെയായോ? നേരെ ഉറങ്ങിയിരുന്ന ഞാനാ. 2 ദിവസം ആവശ്യമില്ലാത്ത ശീലമൊക്കെ പഠിപ്പിച്ചു വെച്ചിട്ട് ഇപ്പം ചോദിക്കുന്ന ചോദ്യം കേട്ടില്ലേ? ദുഷ്ടൻ, അവൻ കപട ദേഷ്യത്തോടെ പറഞ്ഞതും അവൻ ചിരിച്ചു. ഒരു കാര്യം ചെയ്, രാത്രി വാതിൽ തുറന്നു തന്നാൽ മതി, ഇച്ചാൻ അങ്ങ് വരാം, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ, ആലോചിക്കട്ടെ, അവളും കുറുമ്പോടെ പറഞ്ഞതും അവൻ പുഞ്ചിരിച്ചു. അവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സേറയുടെ വാതിലിൽ മുട്ടുന്നത് കേട്ടത്. ഇച്ചായ, ആരോ വാതിലിൽ മുട്ടുന്നുണ്ട്, ഞാൻ രാത്രി വിളിക്കാം, അവൾ പറഞ്ഞു. ഓക്കെ, മിസ് യു, അവൻ തിരികെ അവളോട് പറഞ്ഞതും അവൾ ചിരിച്ചു. ലവ് യു ടു ഉമ്മ, അവളും തിരികെ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു. പിന്നെ ചെന്ന് വാതിൽ തുറന്നു. അവളുടെ വലിയ പപ്പയായിരുന്നു. ആ പപ്പേ, കയറി വാ, അവൾ അയാളെ അകത്തേക്ക് ക്ഷണിച്ചു. മോള് വിഷമിച്ചിരിക്കുകയായിരുന്നോ? അയാൾ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ വിഷമം നടിച്ചുകൊണ്ട് അയാളെ നോക്കി. സോറി പപ്പേ, അന്ന് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തിട്ട് പോലീസുകാർ വീട്ടിൽ വന്നപ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ അവിടുന്ന് ഇറങ്ങി വരേണ്ടതായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, എനിക്ക് എപ്പോഴൊക്കെയോ ഇച്ചായനോട് ഒരു ചെറിയ ഇഷ്ടം തോന്നിയിരുന്നു. അതുകൊണ്ടാണ് ഞാനന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത്. പക്ഷെ വേണ്ടായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു, അവൾ വിഷമത്തോടെ പറഞ്ഞു. പപ്പയ്ക്കെല്ലാം അറിയാം മോളെ, അവൻ പണ്ടേ ഒരു തെമ്മാടിയാണ്. അതുകൊണ്ടല്ലേ അപ്പൻ അവനെ ഇവിടേക്ക് കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾക്ക് ആർക്കും അത് ഇഷ്ടമല്ലാഞ്ഞത്, അയാൾ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. പക്ഷേ എപ്പോഴേക്കും അയാളോട് എനിക്കൊരു ഇഷ്ടം തോന്നിപ്പോയിരുന്നു പപ്പേ. ഞാൻ അയാളെ ഒരുപാട് വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അവൾ ഇല്ലാത്ത കണ്ണുനീർ തുടച്ചുകൊണ്ട് അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. സാരമില്ല മോള്, വിഷമിക്കാതെ. ഈ പ്രായത്തിൽ എങ്ങനെയൊക്കെ ഒരു ഇഷ്ടം തോന്നുന്നത് സ്വാഭാവികം മാത്രമാണ്. പക്ഷെ നമ്മളെപ്പോഴും നമ്മുടെ നിലയും വിലയുമുള്ള പയ്യനെ വേണം കണ്ടെത്താൻ, അല്ലാതെ അവനെപ്പോലെ ഒരു തെമ്മാടിയാവരുത്, അയാൾ ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു. പിന്നെ ഒന്ന് പോകളവാ, നിങ്ങളാ തെമ്മാടി, ഒരു നിലയും വിലയും. ഥു, എൻ്റെ ഇച്ചായ നിലയും വിലയും നിശ്ചയിക്കാൻ ഇങ്ങേരാരാ, പേട്ടുകളവൻ, അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അയാളെ പുച്ഛിച്ചു. മോളെന്താ ഒന്നും മിണ്ടാത്തത്? അവളൊന്നും മിണ്ടാതെ നിൽക്കുന്ന കണ്ട് അയാൾ സംശയത്തോട് ചോദിച്ചു. ഒന്നുമില്ല വലിയപ്പേ, ഞാൻ നിങ്ങളെയൊക്കെ ഒരുപാട് വിഷമിപ്പിച്ചല്ലോന്നോ ഓർത്തതാ, അവൾ വിഷമത്തോടെ പറഞ്ഞു. സാരമില്ല, ഇപ്പോഴെങ്കിലും മോൾക്ക് അവനെ മനസ്സിലായല്ലോ. അവൻ തല്ലിയത് മോൾക്ക് ഒരുപാട് വേദനിച്ചോ? അയാൾ അവളുടെ കവളിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. വേദനിച്ചു വലിയപ്പേ, അവൾ അയാളെ നോക്കി ദയനീയമായി പറഞ്ഞു. സാരമില്ല കേട്ടോ, മോളെ വേദനിപ്പിച്ച ഒരുത്തനും സന്തോഷത്തോടെ ഇരിക്കില്ല, അവനും വേദനിക്കും ഇതേപോലെ, അയാൾ അവളെ നോക്കി പറഞ്ഞതും അവൾ ഞെട്ടി. എന്താ മോളെ? അവൾ അയാളെ ഞെട്ടിക്കൊണ്ട് നോക്കുന്നത് കണ്ട് അയാൾ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഏയ്, ഒന്നുമില്ല വലിയപ്പേ, ഉള്ളിൽ തോന്നിയ പേടിയെ മറച്ചു വെച്ചുകൊണ്ട് അവൾ അയാളെ നോക്കി മറുപടി പറഞ്ഞു. എങ്കിൽ പിന്നെ മോള് കിടന്നോ, മോള് വിഷമിച്ചിരിക്കായിരിക്കുമെന്ന് കരുതിയിട്ടാ വലിയപ്പ ഓടി വന്നത്. മോള് വിഷമിക്കുന്നത് ഇവിടെ ആർക്കും ഇഷ്ടമല്ലെന്ന് മോക്കറിയാലോ, അയാൾ അവളുടെ നെറുകയിലൊന്ന് തലോടി പറഞ്ഞതും അവൾ അയാളെ നോക്കി പുഞ്ചിരിച്ചു. അയാൾ തിരികെ ഇറങ്ങിപ്പോയതും അവൾ ഡോറടച്ചിട്ട് വന്നു. പിന്നെ ഫോൺ എടുത്ത് ക്രിസ്റ്റിയെ വിളിച്ചു. ഇച്ചായ, മറുവശത്ത് അവൻ ഫോൺ എടുത്ത പാടെ അവൾ വിളിച്ചിരുന്നു. ആരാ സാറ വന്നത്, പപ്പയാണോ? അവൻ സംശയത്തോട് ചോദിച്ചു. ഏയ് അല്ല ഇച്ചായ, വലിയോപ്പയാ വന്നത്. ഞാൻ ഇവിടെ വിഷമിച്ചിരിക്കുകയാണെന്ന് കരുതി എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്നതാ, അവൾ അവനോട് മറുപടി പറഞ്ഞു. ഹാ, അയാളൊരു കള്ളനാണ്. നിന്നെ ആശ്വസിപ്പിച്ചെങ്കിലും അയാളുടെ ഉള്ളിൽ നിറയെ സന്തോഷമായിരിക്കും. കാരണം എൻ്റെ അടുത്ത് വന്ന് പിണങ്ങിയല്ലേ നീ അവിടെ ചെന്ന് നിൽക്കുന്നത്. അയാൾക്കും അത് തന്നെയായിരുന്നു വേണ്ടത്, അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. എനിക്കറിയാം ഇച്ചായ, പിന്നെ വലിയപ്പ അവസാനം എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? അവൾ അവനോട് ചോദിച്ചു. അയാൾ എന്താ നിന്നോട് പറഞ്ഞത്? അവനും കുറച്ച് ദേഷ്യത്തോട് ചോദിച്ചു. ഞാൻ കരഞ്ഞതുപോലെ ഇച്ചായനെയും അയാൾ കരയിപ്പിക്കുമെന്ന്, വേദനിപ്പിക്കുമെന്ന് എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നുന്നു. ഇച്ചായ, അയാൾ ഇച്ചാനെ എന്തെങ്കിലും ചെയ്യുമോ? അപ്പച്ചനെ അമ്മച്ചിയൊക്കെ ചെയ്തതുപോലെ, അവൾ പേടിയോടെ അവനോട് പറഞ്ഞു. ഹയ്യേ, ഇത്രയേ ഉള്ളോ സേറാ നീ? ഒന്നുമില്ലെങ്കിൽ നീ ക്രിസ്റ്റിയുടെ പെണ്ണല്ലേടി, വല്ലവനും വന്ന് ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തി പറഞ്ഞാൽ ഉടനെ പേടിക്കുകയാണോ ചെയ്യേണ്ടത്? ധൈര്യമായിട്ട് നിൽക്കൻ്റെ ജാൻസി റാണി, ഇച്ചായനില്ലേ നിന്റെ കൂടെ? അവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. എനിക്ക് പേടിയൊന്നുമില്ല, അവൾ കുറുമ്പോടെ പറഞ്ഞു. ഉവ്വോ, അത് ഞാൻ കണ്ടായിരുന്നു. അവൻ അവളെ കളിയാക്കി. എനിക്ക് അയാളെന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടിയില്ല ഇച്ചായ, പക്ഷേ ഇച്ചായൻ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ടാ, അവൾ വിഷമത്തോടെ പറഞ്ഞു. അയാൾ എന്നെ ഒന്നും ചെയ്യില്ല സേറാ, നീ പേടിക്കാതിരിക്കുക. പിന്നെ ഞാൻ പറഞ്ഞു തന്നതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ, ഇതൊക്കെ നമ്മുടെ പ്ലാനാണെന്ന് ഒരിക്കലും അയാൾക്ക് തോന്നാൻ പാടില്ല, അവൻ ഓർമ്മിപ്പിച്ചു. എനിക്കറിയാം ഇച്ചായ,
ഒരിക്കലും അയാൾക്ക് സംശയം തോന്നാത്ത വിധത്തിലാണ് ഞാനും അയാളോട് പെരുമാറുന്നത്. അവൾ മറുപടി പറഞ്ഞു. അയാൾ വെറൊരു വിഷമാണ്. സ്വന്തം നേട്ടത്തിന് വേണ്ടി അയാൾക്ക് എന്ത് ചെയ്യാനും ഒരു മടിയില്ല. സ്വന്തം ലാഭത്തിന് വേണ്ടി പെറ്റമ്മയും വളർത്തി തന്നോളം വലുതാക്കിയ അപ്പനെയും കൊല്ലണമെങ്കിൽ അയാളുടെ മനസ്സ് എത്രത്തോളം ക്രൂരത നിറഞ്ഞതായിരിക്കണം. അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. എനിക്കെല്ലാം അറിയാം ഇച്ചായ, ഞാൻ ബുദ്ധിപൂർവ്വം നിന്നോളാം. എൻ്റെ അപ്പച്ചനെയും അമ്മച്ചിയെയും അയാൾ കൊന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അയാൾക്ക് കൊടുക്കണം ഇച്ചായ. അയാൾ ഒരിക്കലും അവിടെ നിന്നും രക്ഷപ്പെടാൻ പാടില്ല. അവളും എന്തോ ആലോചിച്ചതുപോലെ അവനോട് പറഞ്ഞു. അതിനല്ലേ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ശരി, നീ ഫോൺ വെച്ചോ. അയാൾക്ക് സംശയം ഉണ്ടാകുന്ന രീതിയിലൊന്നും നമ്മുടെ ഭാഗത്തു നിന്നും വേണ്ട. അവൻ പറഞ്ഞതും അവൾ മൂളിക്കൊണ്ട് ഫോൺ വച്ചിരുന്നു. അവളോട് സംസാരിച്ചിട്ട് പുറത്തേക്കിറങ്ങിയ അയാൾ കുടിലമായി ഒന്ന് ചിരിച്ചു. പിന്നെ നീ നിന്റെ ക്രിസ്ത്യൻ തമ്മിൽ അടിയുണ്ടാക്കി പിരിഞ്ഞെന്ന് പോലും അത് ഞാൻ വിശ്വസിക്കണം അല്ലേ? നീ ഒരിക്കലും അവനെ എതിർക്കില്ലെന്നും എന്തിൻ്റെ പേരിലാണെങ്കിലും അവനെ പിരിഞ്ഞ് ഇവിടെ നിൽക്കില്ലെന്നും എനിക്ക് നന്നായിട്ടറിയാം മോളെ. രണ്ടും കൂടെ അങ്ങ് അഭിനയിക്ക്. ഈ അഭിനയത്തിൻ്റെ അവസാനം ആർക്കാണ് ജയമെന്ന് ഞാൻ കാണിച്ചു തരാം. അയാൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചിരിച്ചു. പിന്നെ ഫോൺ എടുത്ത് ആർക്കോ കോൾ ചെയ്തു. മറുപുറത്തു നിന്നും എന്തോ കേട്ടതും അയാൾ കുടിലമായി ചിരിച്ചുകൊണ്ട് ഫോൺ വെച്ചു. ഗിരി മിത്രയെ കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു. എന്നാൽ അവർ പരസ്പരം ഒന്നും തന്നെ കാറിലിരുന്ന് സംസാരിച്ചിരുന്നില്ല. എന്താടി നീ ഒന്നും മിണ്ടാത്തത്? എന്നോട് നിനക്ക് ദേഷ്യമാണോ? അവൻ കുസൃതി ചിരിയോടെ അവളെ നോക്കി ചോദിച്ചു. എനിക്കെന്തിനാ ഗിരിയേട്ടനോട് ദേഷ്യം? അവളും തിരികെ മറുപടി പറഞ്ഞു. പിന്നെ നീ എന്താ കാറിൽ കയറിയപ്പം മുതലിങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നേ? കടന്നല് കുത്തിയോ? അവൻ അവളെ കളിയാക്കിക്കൊണ്ട് വീണ്ടും ചോദിച്ചതും അവൾ മുഖം കൂർപ്പിച്ചു വെച്ചുകൊണ്ട് അവനെ നോക്കി. എന്താ? അവൻ ചെറിയ ഗൗരവത്തോട് ചോദിച്ചു. ഒന്നുമില്ല, അവൾ മറുപടി പറഞ്ഞു. അല്ല, നീ ഡിഗ്രി പാസ്സാവുമോ? അവൻ അവളെ കളിയാക്കി ചോദിച്ചു. പിന്നെ പാസ്സാവാതെ എനിക്ക് സപ്ലി ഒന്നുമില്ല. അവൾ അവനെ നോക്കി മുഖം കോട്ടി കാണിച്ചു പറഞ്ഞു. സപ്ലി വന്നാൽ നോക്കിക്കോ, ഞാൻ കാണിച്ചു തരാം. പിന്നെ ഗിരിയേട്ടനെ എന്ത് കാണിക്കാനാ? അവൾ തിരികെ അവനോട് ചോദിച്ചു. നിനക്ക് ഏതെങ്കിലും സെമസ്റ്റർ സപ്ലി വന്നാൽ പിന്നെ മുൻപോട്ട് പഠിക്കാമെന്ന് എൻ്റെ മോൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. അവളെ നോക്കി കപട ദേഷ്യത്തോടെ അവൻ പറഞ്ഞു. പിന്നെ പിന്നെ ഞാനെന്ത് വേണം? അവൾ തിരികെ അവനോട് ചോദിച്ചു. എന്നെ കല്യാണം കഴിച്ചിട്ട് ഞാൻ തരുന്ന ട്രോഫികളെ നോക്കി വീട്ടിലിരുന്നാൽ മതി. അവൻ അവളെ നോക്കി മീശ പിരിച്ചു. പിന്നെ അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. എനിക്ക് ഒരു സപ്ലിയും കിട്ടില്ല, ഞാൻ പഠിക്കാനും പോകും. അവൾ മുഖം വീർപ്പിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു. എങ്കിൽ നിനക്ക് കൊള്ളാം. അവനും അവളെ നോക്കി പറഞ്ഞുകൊണ്ട് അവളുടെ വീടിൻ്റെ മുൻപിൽ കാർ നിർത്തി. അവൾ ചുണ്ടിലൊളിപ്പിച്ച ചിരിയുമായി ഡോറ് തുറന്നിറങ്ങി. നീ വന്നോ? എന്താ നീ ഇത്രയും താമസിച്ചത്? അവൻ്റെ കാറിൻ്റെ ശബ്ദം കേട്ടതും അവളുടെ അമ്മ ഇറങ്ങി വന്നുകൊണ്ട് ചോദിച്ചു. അല്ല, നീ എന്താ ഈ ഡ്രസ്സിൽ? നീ അങ്ങോട്ട് പോയത് ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ടല്ലായിരുന്നല്ലോ. അവർ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അത് കേട്ടവൾ ഗിരിയെ നോക്കി. ഞാൻ നിന്നോടല്ലേ മിത്ര ചോദിച്ചത്, അതിന് നീ എന്തിനാ അവനെ നോക്കുന്നേ? അവർ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൻ ചിരിച്ചു. അത് അമ്മേ, ഞാനൊന്ന് വെള്ളത്തിൽ വീണു. അവൾ പെട്ടെന്ന് അവരെ നോക്കി മറുപടി പറഞ്ഞു. വെള്ളത്തിലോ? എങ്ങനെ? അവർ വീണ്ടും ചോദിച്ചു. അവൾ വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കി. നീ എന്തിനാ മിത്ര ഞാൻ ചോദിക്കുമ്പോൾ എല്ലാം അവൻ്റെ മുഖത്തോട്ട് നോക്കുന്നേ? അവർ വീണ്ടും അവളെ നോക്കി. അതമ്മേ, അവിടുത്തെ കുളത്തിൽ വെറുതെ ഇറങ്ങിയതാ. അപ്പോൾ ഞാൻ വെള്ളത്തിൽ വീണു. അങ്ങനെ ഡ്രസ്സ് മുഴുവൻ നനഞ്ഞു. അവൾ അവരെ നോക്കി മറുപടി പറഞ്ഞതും അവർ കപടദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അല്ലെങ്കിലും പണ്ടേ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന സ്വഭാവമൊന്നും നിനക്കില്ലല്ലോ. വീണില്ലെങ്കിലേ അതിശയുള്ളൂ. അവർ അവളെ നോക്കി പറഞ്ഞതും ഗിരി കുലുങ്ങി ചിരിച്ചു. അത് കണ്ട് മിത്ര അവനെ നോക്കി മുഖം കൂർപ്പിച്ചു. എന്താടി? അവൻ മുണ്ട് മടക്കി കുത്തി അവളെ നോക്കി ചോദിച്ചു. കുന്തം. അതും പറഞ്ഞ് ചവിട്ടിത്തുള്ളി അവൾ അകത്തേക്ക് പോയി. മോന് കുറച്ച് പാലും ബൂസ്റ്റും ഒക്കെ കലക്കി കൊടുക്ക്, ചിരിക്കാനുള്ള സ്റ്റാമിന വരട്ടെ. അവൾ റൂമിലേക്ക് കയറിപ്പോകുന്നതിനിടയിൽ തിരിഞ്ഞു നോക്കി പറഞ്ഞു. എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ലടി, ഈ ബോഡി ഫുള്ള് സ്ട്രോങ് ആണ്. അവനും തിരികെ ചിരിയോടെ അവളോട് മറുപടി പറഞ്ഞു. അവനങ്ങനെ പറയുന്നത് കേട്ടതും അവൾ പുച്ഛിച്ച് കാണിച്ചു. കയ്യും കാലും ആരെങ്കിലും തല്ലി അടിക്കുമ്പോൾ തീർന്നോളും ഈ സ്ട്രോങ്. അവൾ പുച്ഛിച്ച് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. ഈ പെണ്ണ്, മോനതൊന്നും കാര്യമാക്കണ്ട. അവൾക്ക് ഈ വാചകടി മാത്രമേ ഉള്ളു പാവമാ. അവർ അവനെ നോക്കി പറഞ്ഞു. അതെനിക്കറിയാലോ അമ്മേ, അതുകൊണ്ടാണല്ലോ ആ പോയ ഗുണ്ടുമുളകിനെ വേറെ ആർക്കും കൊടുക്കാതെ ഞാൻ തന്നെ കെട്ടാൻ തീരുമാനിച്ചത്. അവൻ ചിരിച്ചുകൊണ്ട് അതിനവരെ നോക്കി മറുപടി പറഞ്ഞതും അവരും പുഞ്ചിരിച്ചു. പിന്നെ അമ്മേ, അമ്മ പറഞ്ഞു അടുത്ത ആഴ്ച നല്ലൊരു ദിവസം നോക്കി അമ്മാവന്മാരെ അമ്മായിമാരെയും ഒക്കെ കൂട്ടി ഇവളെ കാണാൻ വരാമെന്ന്. അച്ഛനോടും കൂടി ഒന്ന് ആലോചിച്ചിട്ട് ഏത് ദിവസമാണെന്ന് വെച്ചാൽ പറയണേ. ഗിരി അവരെ നോക്കി പറഞ്ഞു. വൈകിട്ട് ഏട്ടൻ വന്നിട്ട് ചോദിച്ചിട്ട് പറയാം മോനെ. മോനിരിക്കെ, ഞാൻ ചായ എടുക്കാം. വേണ്ടമ്മേ, ഞാൻ ഇറങ്ങുവാ. അതും പറഞ്ഞവൻ പുറത്തേക്ക് ഇറങ്ങി. അവൻ കാർ സ്റ്റാർട്ട് ചെയ്തതും അവൾ റൂമിൽ നിന്നും ഇറങ്ങി വന്നു. പിന്നെ ഹാളിൻ്റെ വാതിലിൻ്റെ മറവിൽ ചാരി നിന്നുകൊണ്ട് അവനെ നോക്കി. അവൻ അപ്പോഴേക്കും ഗേറ്റ് കടന്നു പോയിരുന്നു. നീ എന്താ അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുന്നേ?
അവളുടെ അമ്മ പുറകിൽ നിന്നും വിളിച്ചു ചോദിച്ചതും അവൾ ഞെട്ടി അവരെ നോക്കി. പിന്നെ അവരെ നോക്കി നല്ലതുപോലെ ഒന്ന് ഇളിച്ചു കാണിച്ചു. അവൻ്റെ മുമ്പിൽ അവനെ എതിർത്ത് നിൽക്കും, എന്നിട്ട് മറിഞ്ഞു നിന്ന് അവനെ വായി നോക്കും. അവർ അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, ഓ പിന്നെ അമ്മയുടെ ഗിരിമോൻ അങ്ങ് ഡീസൻ്റ് ആണല്ലോ, എന്നെ കരയിപ്പിക്കുകയും ചെയ്യും, എന്നിട്ടും വായി നോക്കും, അതിന് പ്രശ്നമില്ല. അവൾ തിരികെ അവരോട് പറഞ്ഞതും അവൾ പറയുന്നത് കേട്ടവർ ചിരിച്ചു. അവൻ അടുത്ത ആഴ്ച അവൻ്റെ കുടുംബക്കാരെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്തിന്? അവൾ സംശയത്തോടെ തിരക്കി. ഓ, ഇവിടുന്നൊരു സാധനം അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ, അവർ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. സാധനമോ? അതെന്താ? അവിടെ ഇല്ലാത്ത എന്ത് സാധനമാണ് ഇവിടെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ളത്? അവൾ നഖം കടിച്ചുകൊണ്ട് ആലോചിച്ച് നിന്നു.